ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൻ്റെ ഈ വടക്കേ അറ്റത്ത് വലിയ ജൈത്രയാത്രയാണ് കുറിക്കാൻ വേണ്ടി പോകുന്നത്. വികസനവും ക്ഷേമവും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള തദ്ദേശ ഭരണ സംവിധാനമാണ് കഴിഞ്ഞ 5 വർഷക്കാലം മുൻകാലങ്ങളിലേതെന്നതുപോലെ തന്നെ ഈ പോയ 5 വർഷക്കാലവും കാസർഗോഡ് ജില്ലയിൽ LDF നേതൃത്വം നൽകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. ആ മാതൃകാപരമായ വികസനത്തിന് കൂടുതൽ കയ്യടി ലഭിക്കും, വലിയ പിന്തുണ ലഭിക്കും. നിലവിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഭരണം LDF കൈയാളുന്നത്. അത് 2 അക്കത്തിലേക്ക് എത്തുന്ന വിധത്തിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണ വിധിയെഴുത്തുണ്ടാകും. 6-ൽ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ ഇടതുപക്ഷം ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അത് ഏറ്റവും ചുരുങ്ങിയത് 5 മാറും ഈ തെരഞ്ഞെടുപ്പോടുകൂടി. മഞ്ചേശ്വരത്ത് കൂടി ഇത്തവണ LDFിൻ്റെ നേതൃത്വത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഭരണമുണ്ടാകും. നഗരസഭയിലും ഗ്രാമപഞ്ചായത്തുകളിലും നിലവിലുള്ളതിനേക്കാൾ ഇടതുപക്ഷത്തിൻ്റെ സീറ്റും വോട്ടും എല്ലാം വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ വമ്പിച്ച മുന്നേറ്റത്തിനുള്ള വലിയ സാധ്യതകളാണ് വികസനവും ക്ഷേമവും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിന് കീഴിൽ നടക്കുന്നത്. ആളുകൾക്ക് ബോധ്യമുണ്ട്, അധികാര വികേന്ദ്രീകരണം, ജനകീയാസൂത്രണം ജനങ്ങളുടെ അനുഭവവേദ്യമായത് ഇടതുപക്ഷത്തിൻ്റെ കീഴിലാണ്. ഏതെല്ലാം കാലത്ത് വലതുപക്ഷം വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയെ അട്ടിമറിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും. കാസർഗോഡ് വലിയ കുതിപ്പും മുന്നേറ്റവും ഉണ്ടാകും.